നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇസ്രായേൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഇവിടെ ഇറാൻ ഒരു ആണവ പരീക്ഷണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വിജയകരമായ പരീക്ഷണം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 4ാം തലമുറ ഫ്യൂഷൻ ബോംബ് ഇറാൻ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു. മറ്റു രാജ്യങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു പുതിയ പരീക്ഷണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. യുറേനിയമോ പ്ലൂട്ടോണിയമോ ആവശ്യമില്ലാത്ത ഒരു പരീക്ഷണം, ഒരു ആണവ ബോംബ്. എന്തായാലും ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള ഇറാന്റെ ആണവാഭിലാഷങ്ങളെ മറച്ചുവെക്കുക, അതോടൊപ്പം തന്നെ ആണവ നിർവ്യാപന നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളെ മറികടക്കുക, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പരിശോധനകളെ തടയുക, ഇത്തരത്തിലുള്ള ഉദ്ദേശം മുൻനിർത്തി യുറേനിയവും പ്ലൂട്ടോണിയവും ഒന്നും ഇല്ലാതെ ഒരു പരീക്ഷണം ഇറാൻ നടത്തിയിരിക്കുന്നു. മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം അവർ നടത്തിയതായി അറിയില്ല, അല്ലെങ്കിൽ അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം. എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകും എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2026 ജനുവരി ആദ്യത്തിൽ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകും എന്ന വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതായത് ഈ മാസം അവസാനം 2025 ഡിസംബർ അവസാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ ഒരുങ്ങുകയാണ്. ഈ സന്ദർശനത്തിന് ശേഷം, ഈ കൂടിയാലോചനകൾക്ക് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും അത്തരത്തിലൊരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അധികം വൈകാതെ അത് ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിട്ടുള്ള ഏറ്റവും പുതിയ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് വളരെ ഭീതിയോടുകൂടിയാണ് ഇറാന്റെ ഈ നീക്കങ്ങളെ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ നോക്കിക്കാണുന്നത്. മറ്റു രാജ്യങ്ങളിലുള്ള ജൂതന്മാരോടൊക്കെ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തണമെന്നുള്ള ഒരു ആവശ്യം ഇവിടെ ഇസ്രായേലിന്റെ ഫോറിൻ മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്ക വെനുസല പ്രശ്നം ഒരു ഭാഗത്ത് ഇങ്ങനെ കത്തുകയാണ്. ഈ കത്തുന്ന സമയത്ത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വെനുസലയ്ക്ക് എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്ത് അമേരിക്ക ചെയ്യുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്നുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടുണ്ട്. അതായത് ഏതു നിമിഷവും ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടാകും, ഈ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടും, ഇറാനെതിരെ ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകും. ഈ ആക്രമണം ഉണ്ടായാൽ അമേരിക്കക്കെതിരെ നിൽക്കുന്ന ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട് അമേരിക്കക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഇറാനിൽ നടന്നിട്ടുള്ള പരീക്ഷണങ്ങൾ അതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ തരം ഡ്രോണുകളും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ, ഈ മിസൈൽ പദ്ധതികൾക്ക് നേരെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും എന്നുള്ള വാർത്തകൾ ആ സമയങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വീരവാദങ്ങളെയൊക്കെ ഇറാൻ പുച്ഛിച്ചു തള്ളുകയാണ്. ഇസ്രായേൽ ഒന്ന് ഇറങ്ങിയാൽ അപ്പോൾ വിവരമറിയും, ഇസ്രായേൽ ഇനി ഞങ്ങൾക്കെതിരെ നീങ്ങിയാൽ വിവരമറിയും എന്നുള്ള പ്രതികരണങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ സമയത്ത് ഇറാൻ ഇസ്രായേലിനെ ഏത് രീതിയിൽ ആക്രമിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു പുസ്തകമൊക്കെ ഇറക്കിയ കാര്യം നമുക്കൊക്കെ അറിയാം. എന്തായാലും ഒരു മഹായുദ്ധം അതിനി അധികം ദൂരെയില്ല. അതിനാവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇറാൻ നടത്തിക്കഴിഞ്ഞു. ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഇറാന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നു. ഇറാൻ ആണവ പരീക്ഷണം നടത്തിയിരിക്കുന്നു. മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധമുള്ള ബോംബുകൾ ഇറാൻ പരീക്ഷിച്ച് വിജയം കണ്ടിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം അത് ഇസ്രായേലിനെയും അതുപോലെ തന്നെ ഇസ്രായേലിലെ സാധാരണക്കാരെയും ഒക്കെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യത്തിൽ ആളെ കിട്ടാത്ത ഒരു സാഹചര്യം ഇസ്രായേലിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനസിക നില തെറ്റിയ ആളുകൾക്ക് ആവശ്യമായ മാനസിക പിന്തുണ കൊടുക്കാൻ ഇവിടെ മാനസികാരോഗ്യ വിദഗ്ധരെ കിട്ടാത്ത സാഹചര്യവുമുണ്ട്. എന്തായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജൂതന്മാരെ മുഴുവൻ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വഴിയും അവർക്ക് മുന്നിലില്ല. എന്നാലും കഴിഞ്ഞ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേലിന് എത്രമാത്രം വലിയ പ്രഹരം ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടോ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ട ഒരു പരീക്ഷണമാണത്. അതിനേക്കാൾ കനത്ത പരാജയം ഇസ്രായേലിന് ഉണ്ടാകും അടുത്ത യുദ്ധത്തിൽ എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ.